കാര്യങ്ങളൊക്കെ കുറച്ച് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഇപ്പം നമ്മളെന്നും ഭൂമിയിൽ നിന്ന് നോക്കി കാണുന്ന ഒരു ആകാശം, അതിനെ അവരെ സ്വപ്നം അവർ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മിഷനാണ് ആർടെമിസ് 2 എന്ന് പറയുന്നത്. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, ഇമ്പോർട്ടൻസ് ഓഫ് ആർടെമിസ് 2, അതിൽ ഡീപ്പ് സ്പേസ് ടെസ്റ്റിംഗ് ഉണ്ട്. അതായത് ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, നമ്മൾക്കിപ്പോൾ ആർടെമിസ് 2 എന്ന് പറയുന്നത് മാത്രമല്ല, ഇതൊരു റിഹേഴ്സലാണ്. ഇതൊരു സീരീസ് ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നൊരു കാര്യമാണ് നാസ. അപ്പോൾ ഇതിൻ്റെ ആർടെമിസ് 3 എന്ന് പറയുന്ന കാര്യത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പ് മാത്രമാണ് ആർടെമിസ് 2 എന്ന് പറയുന്നത്. അതാണ് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാവുന്നത് അതുകൊണ്ട് തന്നെയാണ്. അതായത് ഇപ്പം നമ്മൾ ഈ മൂണിനെ ചുറ്റി ജസ്റ്റ് റൗണ്ട് ചെയ്യാൻ മാത്രമല്ല, നമ്മൾ കാണാത്ത മൂണിൻ്റെ ഒരു വശം കൂടെ ഉണ്ട്. ആ വശം കാണുക എന്നുള്ളതും കൂടെ ഇതിൻ്റെ ഒരു മെയിൻ ഉദ്ദേശമാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും അതിനെക്കുറിച്ചും കൂടി പഠിക്കണം. മൂണിൽ ഇത് ലാൻഡ് ചെയ്യണം ഉള്ള അടുത്ത മിഷൻ്റെ പാർട്ടാണ് ആർടെമിസ് 2 എന്ന് പറയുന്ന മിഷൻ. ഇതിൽ ഹ്യൂമൻ സേഫ്റ്റി, നമ്മൾക്ക് എത്രമാത്രം സേഫ്റ്റി ഇതിനുണ്ട് എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഓർബിറ്റ് ഭൂമിയിൽ നിന്നും മൂണിനെ ചുറ്റി വരുന്നത്. കാരണം അടുത്ത 3ലേക്ക് പോകുമ്പോൾ അത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിഞ്ഞിരിക്കണം. അതിൻ്റെ ഒരു ടെസ്റ്റിംഗ് മാത്രമാണ് ഇപ്പം നടക്കുന്ന ഒരു പ്രവർത്തനം. ഫ്യൂച്ചർ മിഷൻ ആർടെമിസ് 3, ഹ്യൂമൻ ലാൻഡിംഗ് ഓൺ മൂൺ. ഈ രണ്ട് കാര്യങ്ങളും ഫ്യൂച്ചർ മിഷന് വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, ഫ്യൂച്ചർ മിഷനാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതായത് ഫ്യൂച്ചറിൽ നമുക്ക് ഒരുപാട് പണ്ടൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ, നമ്മളിപ്പോൾ നീൽ ആംസ്ട്രോങ് ഒക്കെ ലാൻഡ് ചെയ്തു എന്നൊക്കെ പറയണത്. അങ്ങനെയൊക്കെ ഇപ്പോൾ നമ്മളിവിടുന്ന് ഇങ്ങനെ കാണുന്ന, പണ്ടൊക്കെ എനിക്ക് തോന്നുന്നു നമ്മളിവിടെ മൂണിൻ്റെ ഈ ഒരു ചെറിയ കല മാത്രമാകുമ്പോൾ എല്ലാവരും ആകാശത്ത് നോക്കി പ്രാർത്ഥിക്കുമായിരുന്നു ഞങ്ങളുടെ നാട്ടിലൊക്കെ. അപ്പോൾ ആ ഒരു മൂണിൻ്റെ കാര്യമാണ് ഇന്ന് അവിടെ യാഥാർത്ഥ്യമാക്കുന്നത്. അതിലാണ് നീൽ ആംസ്ട്രോങ് പോലത്തെ ആൾക്കാർ കാല് കുത്തി എന്ന് പറയുമ്പോൾ പണ്ടൊക്കെ നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇന്ന് അതിൻ്റെ ലൈവ് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുക അല്ലേ. അപ്പോൾ അതിൻ്റെ ഫ്യൂച്ചർ ഇനി ഈ ഒരു കാര്യം നാളെ നമ്മൾക്ക് പ്രായമായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളെ കാലശേഷം മക്കൾക്കൊക്കെ വലുതാകുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് അവർക്ക് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും, അവർക്ക് ചിലപ്പോൾ ഇനി മൂണിലേക്ക് അവരുടെ ജീവിതം അവിടെ തുടങ്ങാൻ വേണ്ടിയിട്ടും ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വഴി നടക്കുന്നുണ്ട്.